എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറയാൻ പോണത് പ്രോബബിലിറ്റിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പരമാവധി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ബൈനറി നമ്പർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 8 ബിറ്റ്സ്. The probability of an incorrect bit appearing is p. And the errors in different bits are independent of one another. The probability of forming an incorrect number is. എങ്ങനെയാണ് ചെയ്യുക? അതായത് അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? 8 ബിറ്റ് ഉള്ള ഒരു ബൈനറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താണ്? ഇൻകറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? പി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. The probability of an incorrect bit appearing is p. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? Errors in different bits are independent എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് അവർ തന്നിരിക്കണേ അല്ലേ? ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫോമിങ് ആൻഡ് ഇൻകറക്റ്റ് നമ്പർ ഈസ് അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇൻകറക്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് പി ആണ് വെച്ചെങ്കിൽ കറക്റ്റ് ബിറ്റ് എന്നുള്ളതിന് എന്താ വരിക? കറക്റ്റ് ബിറ്റ് എന്നുള്ളതിന് പ്രോബബിലിറ്റി എന്താ വരിക? 1 മൈനസ് പി അല്ലേ വരിക? കറക്റ്റ് ബിറ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റിക്ക് 1 മൈനസ് പി വന്നു അല്ലേ? പിന്നെ ഇവരെന്താ പറഞ്ഞിരിക്കണേ? ഇൻഡിപെൻഡന്റ് ഓഫ് വൺ അനദർ എന്ന് പറഞ്ഞ കാരണം 8 ബിറ്റ് ആവുമ്പോ പ്രോബബിലിറ്റി ഓഫ് 8 ബിറ്റ്സ് ബീയിങ് കറക്റ്റ് ആവുമ്പോ എന്ത് വരും? അതായത് ഇത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 മൈനസ് പി ഇൻറ്റു 1 മൈനസ് പി ഇൻറ്റു അങ്ങനെ ആവുമ്പോൾ 8 ടൈംസ് വരും അല്ലെ? 1 മൈനസ് പി ഹോൾ റേസ് ടു 8 എന്ന് വരും. ഇനി എന്താണ്? അപ്പൊ ഇനി ഇത് കറക്റ്റ് ബിറ്റിന് ഉള്ളതാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫോമിങ് ആൻഡ് ഇൻകറക്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? 1 മൈനസ് പി ഹോൾ റേസ് ടു 8 അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? 1 മൈനസ് പി ഹോൾ റേസ് ടു 8 സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കുക. കാരണം പി ഇൻകറക്റ്റ് ബിറ്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ കറക്റ്റ് ബിറ്റ് എടുത്തു 1 മൈനസ് പി എന്നുള്ളത്. 1 മൈനസ് പി കറക്റ്റ് ബിറ്റ് ആവുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് 8 ബിറ്റിന് എന്ത് വരും? 1 മൈനസ് പി ഹോൾ റേസ് ടു 8 ആവില്ലേ പ്രോബബിലിറ്റി? അപ്പൊ ഇനി നമുക്ക് എന്ത് വന്നു? കറക്റ്റ് ബിറ്റിന്റെ ആണ് വന്നതൊക്കെയാണ്. അപ്പൊ ഇൻകറക്റ്റ് ബിറ്റിന് എന്ത് വരണം? 1 മൈനസ് പി ഹോൾ റേസ് ടു 8 വരണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two numbers are chosen from say set 1, 2, 3, 4, 5, 6, one after the other without replacement. The probability that the smaller value of 2 is less than 4 is. അതായത് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കൂ? 6 നമ്പേഴ്സ്. അതിന്ന് എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുക്കണം അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് P62 അല്ലേ? കാരണം എന്താണ്? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ P62 ഈക്വൽ ടു എന്ത് വരും? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 ഫാക്ടോറിയൽ. അത് എത്രയാണ്? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. അത് എത്രയാണ്? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. അപ്പൊ 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ എന്ത് വന്നു? 30 എന്ന് വന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 30 ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? The probability that the smaller value of 2 is less than 4 is. അപ്പോ നമുക്ക് ലെസ് ദാൻ 4 ആവുമ്പോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് വേസ് ചോസൺ 2 നമ്പേഴ്സ് ഫ്രം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ സെറ്റ് 4, 5, 6 ആണ് വരിക അല്ലെ? അതിനുള്ള പ്രോബബിലിറ്റി നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 2 എണ്ണം ഇതിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും?
P312 വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് P312. അപ്പൊ എന്ത് വരും? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. അത് എത്രയാണ്? 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 എത്രയാണ്? 6. അപ്പൊ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് വെച്ചെങ്കിൽ ഇതാണ് 6 എന്ന് കിട്ടിയിട്ട് വെച്ചെങ്കിൽ ലെസ് ദാൻ 4 ആണ് വെച്ചെങ്കിൽ എന്ത് വരും? ആകെ വേസ് ഈ 6 മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ എത്ര വേസ് വരും? 24. 30 മൈനസ് 6 എന്ന് പറയുന്നത് എന്ത് വരും? 24 എന്ന് വരില്ലേ? അപ്പൊ 24 ആണ് ഫേവറബിൾ ഔട്ട്കംസ്. പിന്നെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? 30. അപ്പൊ 24/30 എന്ത് വരും? 24/30 എന്ന് പറഞ്ഞാൽ 6 പോവും അല്ലെ. 5 6 ആർ ഇവിടെ 4 6. അപ്പൊ 4/5 ഏതാണ് ആൻസർ? നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മള് എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കണേ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. "15 coupons are numbered 1 to 15. 7 coupons are selected at random, one at a time with replacement." With replacement. ശ്രദ്ധിക്കണം. The probability that the largest number appearing on a selected coupon be 9. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ അപ്പിയറിംഗ് ഓൺ ദി സെലക്ടഡ് കൂപ്പൺ 9 ആവാനുള്ള പ്രോബബിലിറ്റി അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? 15 കൂപ്പൺസ് ഉണ്ട് അല്ലെ. 1 to 15 എഴുതിയ കൂപ്പൺസ് ഉണ്ട്. 7 കൂപ്പൺസ് ആണ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണത് അല്ലെ. കൂപ്പൺസ് ആർ സെലക്ടഡ് വൺസ് അറ്റ് എ ടൈം വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കൂപ്പൺസ് എത്രയാണ്? 15 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി 7 കൂപ്പൺസ് ആണ് സെലക്ടഡ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. 7 കൂപ്പൺസ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഫസ്റ്റത്തേല് 15 ഉണ്ടാവും, അതിന്ന് റാൻഡം ആയിട്ട് എടുക്കാം അല്ലെ. പിന്നത്തേലും 15 ഉണ്ടാവും, അതിന്ന് റാൻഡം ആയിട്ട് എടുക്കാം. വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. എല്ലാത്തിലും 15 വീതമല്ലേ ഉണ്ടാവുക, അതിന്നല്ലേ 7 എടുക്കണത്. അപ്പോ നമുക്ക് എന്താണ് 15⁻7 അല്ലേ വരുന്നത്. 15⁻7 ബേസ് ആണ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് നമുക്ക് എന്ത് വന്നു? 15⁻7 എന്ന് വന്നു. ഇനി എന്താ പറഞ്ഞിരിക്കണേ? കൂപ്പൺസ് the probability that largest number appearing on a selected coupon be 9 എന്നുള്ളതാണ്. അപ്പോൾ 1 to 9 ആണ് വെച്ചെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ്? 1 to 9 ആണ് വെച്ചെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 9⁻7 അല്ലേ. ഇനി 1 to 8 ആണ് വെച്ചെങ്കിൽ എന്താണ് ഫേവറബിൾ ഔട്ട്കംസ്? 8⁻7 അല്ലേ. അപ്പൊ ഇനി 9⁻7 8⁻7 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി 9 എന്നുള്ളത് കിട്ടില്ലേ? എക്സാക്ട്ലി 9 ആണ് കിട്ടേണ്ടത് അല്ലെ. പ്രോബബിലിറ്റി ദാറ്റ് ദ ലാർജസ്റ്റ് നമ്പർ അപ്പിയറിംഗ് ഓൺ എ സെലക്ടഡ് കൂപ്പൺ ബി 9 എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എക്സാക്ട്ലി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരാം? 1 to 9 ഉള്ളത് 9⁻7 1 to 8 ഉള്ളത് 8⁻7 ആവുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് എക്സാക്ട്ലി 9 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഏതാണ് ഇത് എന്ന് പറയുന്നത്? ഫേവറബിൾ ഔട്ട്കംസ്. ഇത് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അപ്പൊ പ്രോബബിലിറ്റി എങ്ങനെ പറയാ? 9⁻7 മൈനസ് 8⁻7 ഡിവൈഡഡ് ബൈ 15⁻7. അപ്പൊ ഇതില് ആൻസർ ഉണ്ടോ നോക്കൂ. ഇല്ല. അപ്പൊ ഡി എന്നുള്ള നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
vertices of a regular hexagon are chosen at random. The probability that the triangle with 3 vertices is equilateral equals. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കണേ? അതായത് ത്രീ ഓഫ് ദ 6 vertices of a regular hexagon ആണ്. അപ്പം നമുക്കറിയാം ഹെക്സഗണിന് എത്ര വെർട്ടിസസ് ഉണ്ട്? 6 വെർട്ടിസസ് ആണുള്ളത് അല്ലെ. അതിന്ന് എത്ര ചൂസ് ചെയ്യണം? 3 ചൂസ് ചെയ്യണം അല്ലെ. 3 ചൂസസ് അറ്റ് റാൻഡം. അപ്പോൾ ട്രയാങ്കിൾ പോസിബിൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പോസിബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 6C3 ആണ് അല്ലെ. അപ്പൊ എന്താണ്? 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലെ. അതെന്താണ്? 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അത് എത്ര വരെ നോക്കൂ? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ. 2 ഇൻറ്റു 3 ഇവിടെ വെട്ടിപ്പോയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? 20 എന്നുള്ളതാണ് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവുമ്പോ ഏതൊക്കെ വെർട്ടിസസ് ആണ് കണക്ട് ചെയ്യേണ്ടത്? ഒന്നുമില്ല വെച്ചെങ്കിൽ 1 3 5 കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ 2 4 6 കണക്ട് ചെയ്യണം. അപ്പൊ എത്ര തരത്തിലാണ് നമുക്ക് എഴുതാൻ പറ്റുക? 2 തരത്തിലാണ് എഴുതാൻ പറ്റുക അല്ലെ. അതായത് 1 3 5 കൂട്ടി യോജിപ്പിക്കാം, അല്ലെങ്കിൽ 2 4 6 കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുക ഹെക്സഗണിന്ന്, റെഗുലർ ഹെക്സഗണിന്ന്. അപ്പൊ നമുക്ക് എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? 2 തരത്തിലേ വരാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ വരും? 1/10 എന്നുള്ളത് ആൻസർ വരും. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x1, x2, etc. x50 are 50 numbers such that x are less than x r plus 1, 4 are equal to 1, 2, 3, etc. up to 49. 5 numbers out of these are picked up at random. The probability that the 5 numbers have x20 as the middle number is. നമുക്കറിയാം എത്ര നമ്പേഴ്സ് ഉണ്ട് ഇതില്? x1, x2, etc. x50 എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 50 നമ്പേഴ്സ്. അതായത് 50 നമ്പേഴ്സ് ഉണ്ട്, 50 റിയൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 50 റിയൽ നമ്പേഴ്സ് 5 നമ്പേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ ആയിട്ട് എടുക്കും അല്ലേ. അതായത് n നമ്പേഴ്സിൽ നിന്ന് k എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ NCK എന്ന് എഴുതും. അതേപോലെ 50C എത്രയാണ്? 5 എന്ന് എഴുതണം അല്ലേ. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? x20 middle number. The probability that the 5 numbers have x20 as the middle number is. അപ്പോൾ 1 to 19 എന്നുള്ളത് ഒന്നും, പിന്നെ 21 to 50 എന്നുള്ളത് വേറെ ഒരെണ്ണം അല്ലേ. അപ്പൊ 1 to 19 എന്നുള്ളതിന് എത്ര എണ്ണം വരും? 19 ആണ് വരുന്നത്, 19 എണ്ണാണ് വരുന്നത്. അപ്പൊ അത് എടുക്കാനുള്ള അതിന്ന് എത്ര എടുക്കാനുള്ള കോമ്പിനേഷൻ ആണ് നോക്കണത്? The probability that the 5 numbers have 20 as the middle number. x20 എന്ന് പറയുന്നത് മിഡിൽ ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും അത് തന്നെ എടുക്കണുള്ളൂ. 1 to 19 അപ്പൊ എത്ര എണ്ണം എടുക്കണം? 2 എണ്ണം എടുക്കണം. 21 to 50 2 എണ്ണം എടുക്കണം. അപ്പോഴല്ലേ 5 എണ്ണം ആവുക. 2 2 4 1 5 അല്ലെ. അപ്പൊ ഇത് എടുക്കാനുള്ള വേസ് എന്ന് പറയുന്നത് 1 to 19 എന്നുള്ളത് 19Z2 അല്ലെ വരിക. 19Z2
ഇനി 21 to 50 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. 21 to 50 എന്ന് പറഞ്ഞാൽ അതില് എത്ര എണ്ണം ഉണ്ടാവും? ട്വന്റി-വൺ ടു 50 അല്ലെ? 21 to 50 എന്ന് പറഞ്ഞാൽ 30 എണ്ണം ഉണ്ടാവും അല്ലേ? 30 ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 30C2 ആണ് അല്ലേ? അപ്പൊ ഇനി ഒക്കർ ചെയ്യാനുള്ള, അതായത് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 19C2 into 30C2 അല്ലേ? 19C2 into 30C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 50C5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസറിൽ വരുമ്പോ നോക്കൂ, ഇവിടെ C5 ആവണം കേട്ടോ, എങ്കിലേ നമുക്ക് ഇതാണ് ആൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എന്ന് എഴുതാം. 19C2 into 30C2 ഡിവൈഡഡ് ബൈ 50C5. കാരണം 5 എണ്ണാണ് 50 നിന്ന് ചൂസ് ചെയ്യണത്. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? അതായത് പ്രോബബിലിറ്റി കാണാൻ വേണ്ടി ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 50 5 എടുക്കണത്, 50C5. ഇനി 1 to 90 2 എണ്ണം എടുക്കുക, 21 to 50 2 എണ്ണം എടുക്കുക, x20 കൂടെ ഉണ്ട് അല്ലെ? x20 എടുക്കാനുള്ള ആകെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ പിന്നെ ബാക്കി 4 എണ്ണം എടുക്കാനുള്ള പോസിബിലിറ്റി ആണ് നോക്കേണ്ടത്. അപ്പൊ 90 C2 2 എണ്ണം എടുക്കുക, 30 C2 എണ്ണം എടുക്കുക. അങ്ങനെയുള്ളതാണ് നമുക്ക്. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് എന്താ വരിക? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A determinant is chosen at random from the set of all determinants of order 2 with elements 0 or 1 only. The probability that the value of the determinant chosen is positive is. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് 2x2 മെട്രിക്സ് അല്ലേ? 2x2 മെട്രിക്സ് ആണ്, 2x2 ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ അതില് എത്ര 4 എലിമെന്റ്സ് ആണ് ഉണ്ടാവുക അല്ലെ? 4 എലിമെന്റ്സ് ആവുമ്പോ നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് എത്ര എണ്ണം കണ്ടുപിടിക്കാം നമുക്ക്? ടോട്ടൽ നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് 2⁴ ആവില്ലേ? കാരണം എന്താണ്? 0യും 1ഉം മാത്രമാണ് അതിന്റെ എലിമെന്റ്സ്. അപ്പൊ 2 തരത്തിലുള്ള എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 പ്ലേസസിൽ വെക്കാൻ പറ്റില്ലേ? അപ്പൊ 2⁴ അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? 2x2 മെട്രിക്സിന്റെ ഇനി ഫേവറബിൾ ഔട്ട്കംസ് കാണണം. ഫേവറബിൾ ഔട്ട്കംസ് കാണാൻ വേണ്ടിയിട്ട് AD എന്ന് പറയുന്നത് 1 ആവണം, അല്ലെങ്കിൽ എന്താവണം? BC എന്ന് പറയുന്നത് 0 ആവണം. എങ്കിലേ നമുക്ക് ഏത് കിട്ടുള്ളൂ? The probability that the value of the determinant chosen is positive ആവുള്ളൂ. കാരണം എന്താണ്? AD minus BC ഗ്രേറ്റർ ദാൻ 0 ആയെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ AD ഗ്രേറ്റർ ദാൻ BC എന്ന് വന്നില്ലേ? കാരണം എന്താണ്? AD മൈനസ് BC ഗ്രേറ്റർ ദാൻ 0 ആയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് വാല്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? AD എന്ന് പറയുന്നത് 1ഉം BC എന്ന് പറയുന്നത് 0യും ആക്കി എടുത്തത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 3 ഡിറ്റർമിനൻസ് വരിക? 3 ഡിറ്റർമിനൻസ് വരിക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 1 0 0 1 ഇത് ഒരു പോസിബിലിറ്റി ആണ്. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 0 1 1 ഇത് ഒരു പോസിബിലിറ്റി ആണ്. അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 1 0 1. ഇങ്ങനെ 3 പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് 3യും ഡിവൈഡഡ് ബൈ, അപ്പൊ പ്രോബബിലിറ്റി എന്ത് വരും? ഫേവറബിൾ ഔട്ട്കംസ് 3യും ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 2⁴ അല്ലെ?
2 4 എത്രയാണ്? 2 4 4 2 8 2 16 3/16. ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.